നീ ഒരേ സമയം നീ ഇരയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി വാദിക്കുന്നവനാണ് നീ. അല്ല, ഇരയ്ക്കൊപ്പം സഞ്ചരിക്കുകയും പ്രിന്റു മഹാദേവ്, ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായും വരേണ്ട കുറെ വിഷയങ്ങളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന 5 മാസം കൊണ്ട് വരാനിരിക്കുകയാണ്. സാധാരണ നിലയിൽ ഒരു സർക്കാരിന്റെ അവസാനത്തെ മാസങ്ങൾ എന്ന് പറയുന്നത് വിവിധ നയങ്ങളുടെയോ നടപടികളുടെയോ ഒക്കെ പേരിൽ പ്രക്ഷുബ്ധമാകേണ്ട, പ്രക്ഷോഭ കലുഷിതമാകേണ്ട കേരളത്തിന്റെ തെരുവുകളാണ്. ആ തെരുവുകളാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ, അതിന്റെ യുവജന സംഘടനയുടെ അധ്യക്ഷനായിരുന്ന ആളുടെ ചെയ്തികളെ ചൊല്ലി ഈ തരത്തിൽ ആയി മാറുന്നത്, രാഷ്ട്രീയം മാറി മറിയുന്നത്. ഇത് ഒരാളുടെ വ്യക്തിപരമായ ചെയ്തികൾ എന്നുള്ള നിലയിൽ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം കോൺഗ്രസ് അതിനകത്ത് അകപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഈ പുതിയ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഈ പുതിയ കാലത്തെ നിർണ്ണയിക്കുന്ന വിഷയമായി ഇത് പരിണമിക്കും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ ഇതിങ്ങനെ അങ്ങ് പോവുമോ? അല്ല, ഇതൊരിക്കലുമില്ല. ഒന്ന്, പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണവിരുദ്ധതയെ ഇത്തരത്തിലുള്ളൊരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ശബരിമല പോലെയുള്ള സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു മറ. അപ്പോൾ അതിജീവിതയുടെ കണ്ണിൽ നിന്നൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് അവരുടേതായിട്ടുള്ള തെറ്റുകളെയോ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെയോ ഒക്കെ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വയ്ക്കുക എന്നത് മാത്രമാണ് CPM-നകത്തിനകത്തുള്ള ആത്മാർത്ഥമായ സമീപനം. അല്ലാതെ ഈ അതിജീവിതയുടെ ക്രിമിനൽ സൈക്കോപാത്തിന് പൊതുസമൂഹത്തിന് സ്വീകാര്യത കൊടുക്കാനുള്ള പരിപാടിയിൽ ആദ്യം പങ്കെടുത്തത് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു പൊതുപരിപാടിക്കകത്ത് ഈ MLA-യുടെ കൂടെ നിന്നുകൊണ്ട് ഒരു മന്ത്രി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു സ്വീകാര്യത വന്നു. ആ സ്വീകാര്യതയാണ് കോൺഗ്രസ്സുകാർക്ക് പല സമ്മേളനങ്ങളിലും പല സ്ഥലത്തുമൊക്കെ അദ്ദേഹത്തിനെ സ്വീകരിക്കാനും അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കാനുമുള്ള ഒരു ആത്മവിശ്വാസം കിട്ടിയത്. അപ്പോൾ ആരാണ് സത്യത്തിൽ ഈ ക്രിമിനലായിട്ടുള്ള സൈക്കോപാത്തിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അതൊന്നും പ്രശ്നമില്ല, നമ്മുടെ കൂടെ നിങ്ങൾ നിൽക്കുക എന്നൊരു രീതിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ അത് രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ CPM-കാരന് ഈ പറയുന്ന രീതിയിൽ സ്ത്രീ പീഡനത്തെക്കുറിച്ച് പറയാൻ എന്താ അർഹതയാണുള്ളത്? എത്ര MLA-മാരുണ്ട്? ഇപ്പോൾ കഴിഞ്ഞ നമ്മളെ സിനിമാ മേഖലയിലുണ്ടായ വിവാദങ്ങളും ബന്ധപ്പെട്ട് 2 MLA-മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അന്ന് എന്ത് നിലപാടായിരുന്നു CPM എടുത്തത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നേരത്തെ ഈ നമ്മുടെ ഇടത് സഹയാത്രികൻ പ്രേംകുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്ക് വിലക്കെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകരായിട്ടുള്ള ആരെയാണ് ഈ കേരളത്തിൽ ഇത്തരം കേസുകളിൽ പെട്ടിട്ട് രാഷ്ട്രീയ ഭാവി പോയിട്ടുള്ളതെന്ന ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളിലുള്ളത്. അത് കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യത്തിൽ കേരളത്തിൽ നടന്നുള്ള പ്രമാദമായിട്ടുള്ള സ്ത്രീ പീഡ കേസുകളിനകത്ത് 2 മുന്നണികളുടെയും ഒത്തുകളി രാഷ്ട്രീയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥതയും അവർക്കില്ല. കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വിഷയത്തിനപ്പുറത്തേക്ക് ഒരു അതിജീവിതയുടെ സമരമായിട്ട് ഏറ്റെടുത്ത പ്രസ്ഥാനം BJP മാത്രമാണ്. അന്ന് BJP അവിടെ ഈ പാലക്കാട് ജില്ലയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കാലെടുത്ത് കുട്ടിയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നടത്തിയ പ്രക്ഷോഭ സമയത്ത് അന്ന് അതിനെതിരെ BJP-യുടെ സമരക്കാരെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസ് സംവിധാനങ്ങൾ ശ്രമിച്ചത്. അവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഏത് നിലപാടുകളുമായിട്ടാണ് അവിടെ DYFI പോയത്? എത്ര പരിപാടി ഒരുമിച്ച് നിൽക്കുന്ന മന്ത്രിക്കൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന പരിപാടിയിൽ നിന്ന് ഇദ്ദേഹം പങ്കെടുത്തു കഴിഞ്ഞാൽ പങ്കെടുക്കില്ല എന്ന് പറയാനുള്ള ഒരു ആത്മാർത്ഥതയോ ഒരു ചങ്കുറപ്പോ ഒരു പൊതു ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശക്തമായ ആകെ 2 മുനിസിപ്പാലിറ്റിയാണ്, അതിൽ ഒരു നഗരസഭയുടെ ചെയർപേഴ്സൺ പങ്കെടുത്തു. അല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നടപടിയും എടുത്തല്ലോ. എവിടെയും മത്സരിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ഈ സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനോ അവർക്ക് അനുകൂലമായി നിൽക്കാനോ BJP എന്ന പ്രസ്ഥാനത്തെ കാണില്ല. നിങ്ങൾ ഈ BJP-യുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നോക്കൂ, സ്ത്രീ പീഡകരായിട്ടുള്ള ഏതെങ്കിലും നേതാക്കന്മാരെ സംരക്ഷിച്ചിട്ടുള്ള പാരമ്പര്യം BJP-ക്കുണ്ടോ? ഇല്ല. 2 മുന്നണികൾക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയ്ക്ക് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇങ്ങനെ അതിജീവിതമായുടെ കണ്ണീര് മാത്രമേ അവർക്കൊരു പേര് നൽകിക്കൊണ്ട് അവരൊരു ഇരുട്ടറകളിലേക്ക് തള്ളപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടാകുന്നു. പല പ്രമാദമായ കേസിനകത്തും കേരളത്തിൽ നടന്നിട്ടുള്ള നിങ്ങളൊരു 3 മാസത്തിനകത്ത് ഈ സർക്കാരിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഇത്തരം കേസുകളിലൊക്കെ സർക്കാരിന്റെ നിലപാടെന്തായിരുന്നു? രാഷ്ട്രീയം നോക്കി, പക്ഷം നോക്കി, അത് സംഘപരിവാറിന് എതിരാണോ എങ്കിൽ അവനെതിരെ കേസെടുക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഈ CPM എല്ലാ കാലഘട്ടത്തിലും പോയിട്ടുള്ളത്, ഇടതുപക്ഷ സർക്കാരിലും പോയിട്ടുള്ളത്. ഇത്രയും ദിവസമായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് കണ്ടെത്താനോ ചോദ്യം ചെയ്യാൻ അദ്ദേഹമില്ലാത്ത പാലക്കാട്ട് ഫ്ലാറ്റിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ നമ്മുടെ CCTV പരിശോധിച്ചതിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ ഒരു ശ്രമവും നടത്തുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 2 മുന്നണികളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. പറയൂ അരുൺകുമാർ മറുപടി. 1 അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം, 2 പ്രീസിഡൻസ്. ഇതേപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട നേതാക്കളെ MLA-മാരെ ഒക്കെ സംരക്ഷിച്ച ചരിത്രം, ഈ 2 കാര്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. BJP-യുടെ നേതാവ് കിട്ടിയ അവസരത്തിലൊക്കെ CPM-നെ ഒരു ആക്രമണം അത് സ്ഥിരമുള്ളതാണ്. അവർക്ക് വേറെ ഒന്നും പറയാനില്ല, പൊതുരാഷ്ട്രീയം ഒന്നും പറയാനില്ല. ഞങ്ങൾ ഏതെങ്കിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിൽപ്പെട്ടവരെ രക്ഷിച്ചിട്ടുണ്ടോ? ആ ഗുസ്തി താരങ്ങൾ രാജ്യത്തിന് വേണ്ടി മെഡൽ വാങ്ങിയ ഗുസ്തി താരങ്ങൾ തങ്ങൾക്കുണ്ടായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനം, അതും ഹൃദയം തകർത്തു പറഞ്ഞ സാഹചര്യം
ഹൃദയം തകർത്ത് പറയുന്ന തകർന്നു പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ആ മെഡൽ നിഷേധിച്ചില്ലേ? ആ മെഡൽ വലിച്ചെറിഞ്ഞില്ലേ? ബീഹാറിലേക്കോ പഞ്ചാബിലേക്കോ മധ്യപ്രദേശിലേക്ക് പോകല്ലേ? കേരളത്തിലെ നിയമസഭാംഗരായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ചർച്ച പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നിലപാടെന്തായിരുന്നു? നിങ്ങളുടെ MLA-മാർക്കെതിരെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? നിങ്ങളതിനെ അതിനെ 10 മിനിറ്റ് താങ്കൾ പലതരത്തിൽ BJP-യുടെ പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കുന്ന പല പ്രസ്താവന BJP-യുടെ പ്രതിനിധി പറയുമ്പോഴും ഞാൻ കേട്ടിരുന്നു. കാരണം ഇതൊക്കെ പറയാനുള്ള അധികാരം ഉണ്ടല്ലോ. അവസാനം എന്താ പറഞ്ഞേ? ഇതേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ ഇതേ MLA-യുടെ അടുത്ത് ഇതുപോലെ പലതവണ പരിപാടിയിൽ പങ്കെടുത്തപ്പോ ഞങ്ങൾ ഇത്തവണ സീറ്റ് കൊടുത്തിട്ടില്ലല്ലോ എന്നാ. സീറ്റ് കൊടുക്കണം, കഴിഞ്ഞ മത്സരിച്ചവർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ള നിർബന്ധമുണ്ടോ? എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്ത്? എന്നിട്ട് അങ്ങോട്ട് ആക്രമിക്കാൻ നിൽക്കണു. നിങ്ങൾ ആക്രമിച്ചോ? ഇപ്പൊ പറയാണ് എത്ര ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തില്ലേന്ന്. അതിജീവിത പരാതി കൊടുത്തിട്ട് 2 ദിവസമേ ആയുള്ളൂ. എല്ലാ മൂവ്മെന്റും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. ചില സമയത്ത് രാഹുൽ മാങ്കൂട്ടിന്റെ മൊബൈൽ ഓൺ അദ്ദേഹം വക്കീൽ ഓഫീസിൽ വന്ന് വക്കാലത്ത് ഒപ്പിട്ടത്. സാർ നിങ്ങൾ കേൾക്ക് മിസ്റ്റർ, ആര് പറഞ്ഞു? എന്റെ മിസ്റ്റർ, ഈ ഇങ്ങനെയൊന്നും ധരിക്കല്ലേ. ഈ കാലത്ത് ഒരു വക്കാലത്തൊപ്പിടാൻ കക്ഷി നേരിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്താൽ എവിടെ വേണമെങ്കിലും വക്കാലത്തൊപ്പിടാം. ഒരു അഭിഭാഷകന്റെ മുമ്പിൽ അവിടെ അപ്പീൽ മീഡിയ സെന്ററുകൾ എന്നുള്ള വിവരം അനുസരിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ട് വന്നാണ് സുഹൃത്തെ. നമ്മളെല്ലാവരും ഇടപെടലാണ്. പറയൂ. ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മൊബൈൽ ഇടയ്ക്ക് ഓൺ ആകും, അപ്പോൾ തന്നെ ഇന്ന ലൊക്കേഷൻ. ഇതൊക്കെ അല്ല തട്ടിപ്പ്. ബണ്ടി ചോറിനെ അപ്പുറത്ത് നിൽക്കുന്ന തട്ടിപ്പാ ഇദ്ദേഹം. നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ എല്ലാ ബിരുദാനന്ദ ബിരുദം ഏതാ തട്ടിപ്പിലുള്ളത്. അതുകൊണ്ട് സ്വന്തം വ്യാജ ID കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അതുകൊണ്ട് മൊബൈൽ ഓണായി. അപ്പൊ ആ ലൊക്കേഷനിൽ ഉണ്ടെന്നല്ല. ഇപ്പോൾ അന്വേഷണ ഏജൻസി കൃത്യമായി നിരീക്ഷിച്ച് ഓരോ ചലനങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അതിജീവിതയിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുക. അത് ബുധനാഴ്ച സെഷൻസ് കോടതിയിൽ ഹാജരാക്കുക. എല്ലാ സാങ്കേതികപരമായിട്ടുള്ള തെളിവുകൾ. അതുകൊണ്ട് അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. കേസ് കൃത്യമായിട്ട് അന്വേഷിക്കും. ഇതിൽ അതിജീവിതയെ ആക്രമിക്കുന്ന മുഴുവൻ ആളുകളും നിയമത്തിന്റെ പിന്നിൽ വരും, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച പെൺകുട്ടികളെ ഒക്കെ കണ്ടെത്തും. ഒടുക്കത്തെ പൂട്ടിട്ട് പൂട്ടും, മണിച്ചിത്രത്താഴിട്ട് പൂട്ടും. അതിനാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോണേ. അപ്പൊ നിങ്ങൾ CPM-നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് ഞങ്ങൾക്ക് പുതുമയൊന്നുമല്ല, എന്നും ഞങ്ങൾ കാണുന്നതാണ്. ഒരു ഘട്ടത്തിൽ പോലും ഒരാളെയും ഈ അന്വേഷണത്തിൽ ഇടപെടാൻ സമ്മതിക്കില്ല. തെരഞ്ഞെടുപ്പ് വരും പോകും, മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരും പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടിയെ ആക്രമിച്ച കേസ് 8-ാം തീയതി വിധി പറയുക. എല്ലാരും എഴുതി തള്ളിയ കേസാ. ദിലീപിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ഗോതമ്പുണ്ട ഉരുട്ടി കൊടുത്തപ്പോഴല്ലേ ആളുകൾ അറിഞ്ഞത് ഇതേ അറസ്റ്റ് ചെയ്തു എന്ന്. അതുപോലെ സ്ത്രീകൾക്ക് ഇത്രയും സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഗവൺമെന്റ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ, രാജ്യത്തിന്റെ ചരിത്രത്തിലില്ല. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ രാജ്യത്തിന്റെ നിലവാരം പരിശോധിക്കുക. ഒരു തരത്തിലും ഒരു കൃത്യമായിട്ട് പൊട്ടും. നിങ്ങൾ ആക്രമണം, നിങ്ങൾ നുണപ്രചരണം നിങ്ങൾ നടത്തിക്കോ, അത്രേ ഉള്ളൂ. ശരി, ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം പറയും. ചർച്ചയിലേക്ക് വീണ്ടും ഇപ്പോൾ ഈ ഘട്ടത്തിൽ സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ഉണ്ട്. സന്ദീപ് വാര്യർ, താങ്കൾ ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടു. അതിന് കാരണം ഒന്ന്, താങ്കൾ ഈ ഇരയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന കേസിൽ പ്രതിയാണ്. രണ്ടാമത്തേത്, അത് വളരെ മനഃപൂർവ്വം ആസൂത്രിതമായിട്ട് ചെയ്ത കാര്യമാണ് എന്നിവിടെ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചു. താങ്കൾക്ക് മറുപടി പറയാം. ഒരു തരത്തിലുള്ള ആസൂത്രിതവുമല്ല. എന്റെ പോസ്റ്റ് കണ്ടാലറിയാം. ഞാനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് പരാമർശം ഉണ്ടാവുന്നു, യൂട്യൂബ് ചാനൽ പരാമർശം ഉണ്ടാവുന്നു. സത്യം പറയണമെന്ന് വെല്ലുവിളിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുകയാണെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ കരുതും. അതുമായി ബന്ധപ്പെട്ട് ഇരയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി ചില ആളുകൾ ഞാൻ പങ്കെടുത്ത ഒരു വിവാഹ ഫോട്ടോ കുത്തിപ്പൊക്കുകയുണ്ടായി. ഇത് ചില മാധ്യമപ്രവർത്തകർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടൻ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. വളരെ ഒരുപക്ഷെ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. കാരണം നിയമപരമായിട്ട് ആ ഫോട്ടോ അവിടെ നിൽക്കുന്നതിൽ എന്നെ ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ മറ്റോ കഴിയില്ല. കാരണം അത് കഴിഞ്ഞ വർഷം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഫോട്ടോ ആണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത്? ഒക്ടോബർ മാസം 17-ാം തീയതി DYFI ഈ ഇര കല്യാണം കഴിച്ചു കൊണ്ടുപോയ നാട്ടിൽ നടത്തിയ പരിപാടി ബാനർ വെച്ച്, DYFIയുടെ ബാനർ വെച്ച് പൊതുയോഗം നടത്തി മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു, ഈ നാട്ടുകാരിയാണ് ഇരയാക്കപ്പെട്ടത്, ഈ നാട്ടിലെ ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവിന്റെ ഭാര്യയാണ് എന്നടക്കം വിളിച്ചു പറഞ്ഞു. DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റാണ് വിളിച്ചു പറഞ്ഞത്. ആ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഒക്ടോബർ മാസം 12-ാം തീയതി
ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പോസ്റ്റ് ഉണ്ട്. അവിടെ നാട്ടിലെ എല്ലാ മനുഷ്യരെയും ചെണ്ട കൊട്ടി അറിയിക്കുന്നത് പോലെ DYFI എന്ന് പറയുന്ന സംഘടന ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി മുഴുവൻ വെളിപ്പെടുത്തിട്ട് ആ DYFI ഇതിൽ പരാതിക്കാരായി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആരാണ് വേട്ടക്കാർ? തികഞ്ഞ രാഷ്ട്രീയ ഇതിന് മുഴുവൻ എടുത്ത ഫോട്ടോ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ, കോൺഗ്രസ്സുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് പ്രചരിപ്പിക്കണം എന്ന പേരിൽ വന്നു. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി, അവർ കേസിൽ പ്രതിയാണ്, അവർ ആ ഫോട്ടോയാണ് അവരുടെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ വോളിൽ നിന്ന് എടുത്ത ഫോട്ടോ ധാരാളമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇരയെ ഐഡന്റിഫൈ ചെയ്യാൻ. അഭിലാഷ്, അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. നമ്മുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിൽ നിന്ന് ആരെങ്കിലും പഴയ ഫോട്ടോ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് നിയമപരമായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം പോലും, പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിജീവിത ഐഡന്റിറ്റി പുറത്ത് കാണിച്ചിട്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്ന സന്ദീപേ, ആര് സംസാരിക്കുന്നത്? ഇതിന്റെ കുടില തന്ത്രമൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. നീ ഒരേ സമയം നീ ഇരയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി വാദിക്കുന്നവനാണ് നീ. ഭാഷാപ്രയോഗങ്ങൾ അങ്ങനെ വേണ്ട. സംസാരിക്കുന്നത് അത് പ്രിന്റു മഹാദേവ്, BJP പ്രതിനിധി. അല്ല, ഇരയ്ക്കൊപ്പം സഞ്ചരിക്കുകയും വീണ്ടും ചർച്ച ചെയ്യാൻ തുടങ്ങിയോ BJP? BJP വീണ്ടും ചർച്ച ചെയ്യാൻ സന്ദീപ് സൂക്ഷി സംസാരിച്ചോ? തർക്കത്തിലേക്ക് പോകണ്ട. അങ്ങനെയുള്ള ഈ പ്രയോഗങ്ങളൊക്കെ ഞാൻ ഒരു പെൺകുട്ടിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തവരാണ് നീ. അങ്ങനെയുള്ള പരാമർശങ്ങളും പ്രയോഗങ്ങളും ഒന്നും ചർച്ചയിൽ അനുവദിക്കില്ല. ഇല്ല. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി.